കഴിഞ്ഞ ദിവസം സംഭവിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നാവിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു പരാമർശം ഗാന്ധിയെക്കുറിച്ചുണ്ടായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദയാണ് ശ്രീ നരേന്ദ്രമോദി നടത്തിയത്. ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോട് നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഗാന്ധിയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചത്. ഗാന്ധി സിനിമയിലൂടെയാണ് ഗാന്ധിയെ ലോകമറിഞ്ഞത് എന്നല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത്. മറിച്ച് ഗാന്ധി വധത്തെ തുടർന്ന് RSSനെ നിരോധിച്ചപ്പോഴാണ് RSSനെ ലോകമറിഞ്ഞത് എന്നായിരുന്നു അദ്ദേഹം പറയേണ്ടിയിരുന്നത്. അതാണ് ചരിത്ര യാഥാർത്ഥ്യം. ഗാന്ധി അതിനു മുമ്പേ തന്നെ ലോകത്തിനറിയാം. ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രബുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് അത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സമര പരീക്ഷണങ്ങളും സമരരീതികളുടെ പരീക്ഷണങ്ങളും പിറവിയെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. ആ ചരിത്രഘട്ടങ്ങളെല്ലാം തന്നെ ഇന്ത്യക്കും ലോകത്തിനും സുപരിചിതമായ ലിഖിത ചരിത്രമാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം, ഗാന്ധിയുടെ വരവിന് ശേഷവും ഗാന്ധിയുടെ വരവിന് മുൻപും എന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തന്നെ നമ്മൾ വേർതിരിച്ചു പറയാറുണ്ട്. അപ്പോൾ ഗാന്ധി അന്താരാഷ്ട്ര തലത്തിൽ ഗാന്ധി വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്കും അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാകട്ടെ ഇന്ത്യയിലാകട്ടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം സാമ്രാജ്യത്വ വിരുദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം മനുഷ്യപക്ഷത്ത് ചേർന്നതായിരുന്നു. എല്ലാത്തരം വിവേചനങ്ങൾക്കും എതിരായിരുന്നു. അപ്പാർത്തൈഡിനെതിരായ മഹാസമരമാണല്ലോ അദ്ദേഹം അവിടെ നടത്തിയത്. വർണ്ണവിവേചനത്തിനെതിരായ സമരമായിരുന്നല്ലോ. ഇന്ത്യയിലും അദ്ദേഹം ചെയ്തതാണല്ലോ. ഈശ്വര അല്ലാത്തേരെ നാം എല്ലാ മനുഷ്യരെയും ചേർത്തുവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മോദിക്കത് മനസ്സിലാക്കില്ല. കാരണം ഗാന്ധി മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഗാന്ധി വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ പ്രവാചകനായി മാറിയിട്ടില്ല, പ്രചാരകനായി മാറിയിട്ടില്ല. ഗാന്ധി എല്ലായ്പ്പോഴും മനുഷ്യരെ ചേർത്തു നിർത്താനാണ് ശ്രമിച്ചത്. അപ്പോൾ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ നേതാവിന് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഗാന്ധി എന്ന് പറയുന്നത് പണ്ട് മുതൽക്കേ സംഘപരിവാറിന്റെ ഒരു വലിയ കണ്ണിലെ കരടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രത്തിൽ ഉടനീളം ഗാന്ധിയെ ഇകഴ്ത്തിക്കാണിക്കാൻ സംഘപരിവാർ എല്ലായ്പ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗാന്ധി നിന്ദ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ഒരിക്കലും ഒരു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നിരുത്തരവാദപരമായ ഗാന്ധി നിന്ദ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അതിന് നിരുപാധികമായി അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയാൻ തയ്യാറാണ്. ഡിവൈഎഫ്ഐക്ക് ഇക്കാര്യത്തിലുള്ള പ്രധാനമന്ത്രിയുടെ ഗാന്ധി വിരുദ്ധ പരാമർശത്തിൽ ഉള്ള, ചരിത്രവിരുദ്ധമായ പരാമർശത്തിലുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായി പറയാനുള്ളത്. ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ സാധ്യതയ്ക്കനുസരിച്ചും രീതികൾക്കനുസരിച്ചിട്ടും ആയിരിക്കും ഞങ്ങൾ ക്യാമ്പയിൻ എടുക്കുക. കാലാവസ്ഥയും എല്ലാം നോക്കിയിട്ടായിരിക്കും. ഓരോ സ്ഥലത്തും പലതരത്തിലുള്ള സങ്കീർണതകളുണ്ടല്ലോ. ഏതായാലും ഈ മുദ്രാവാക്യം ഉയർത്തി പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിലേക്ക് എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്താനുള്ള ശ്രമമായിരിക്കും ഞങ്ങൾ നടത്തുക. ഡിവൈഎഫ്ഐയുടെ കേരള സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നുണ്ട് അടുത്ത ഘട്ട പരിപാടി. ഇതിനകം തന്നെ ഡിവൈഎഫ്ഐ, SFI, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംയുക്തമായി
14 ജില്ലാ ആസ്ഥാനങ്ങളിലും വിപുലമായ ക്യാമ്പയിൻ നടത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ റീസെന്റ്. അതിനുശേഷമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി വരുന്നു, ഇതെല്ലാം അവസാനിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് ശേഷം ഉണ്ടായ ഡെവലപ്മെന്റാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൂട്ടക്കുരുതി ചെയ്യുന്ന ലാസ്റ്റ് ദിവസങ്ങളിലെ എപ്പിസോഡ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ വലിയ ക്യാമ്പയിൻ ലോകമാകെ വീണ്ടും ശക്തിപ്പെടുന്നത്. അപ്പൊ പുതിയ പശ്ചാത്തലത്തിൽ വലിയ ശക്തമായ ക്യാമ്പയിൻ വീണ്ടും ആവശ്യമായി വന്നിരിക്കും. ഇതാണ് ഞങ്ങൾ പിന്നെ ഗാന്ധി വിരുദ്ധ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പ്രമുഖരുൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. ഒരു പരസ്യ പ്രതിഷേധമോ ക്യാമ്പയിനോ അങ്ങനെ ഒന്ന് തുറന്നു കാട്ടാൻ, ഗാന്ധിയുടെ ഈ മോദിയുടെ ഈ ഗാന്ധി വിരുദ്ധ പരാമർശം തുറന്നു കാട്ടാൻ ഉള്ള അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് ഇല്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ചിപ്പോ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. മോദി നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടത്തിയ നിരുത്തരവാദപരമായ ഒട്ടനവധി സ്റ്റേറ്റ്മെന്റുകളുടെ കൂട്ടത്തിലുള്ള ഒരെണ്ണമാണ്. അത് തുടർച്ചയായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ്. ആ പൊളിറ്റിക്കൽ എക്സർസൈസ് തന്നെയാണ് ഞങ്ങൾ ഇതും ചെയ്യുന്നത്. ശക്തമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക, ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുക, ഗാന്ധി എന്താണ് എന്ന് വീണ്ടും വീണ്ടും ജനങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുക, പറയുക. ഗാന്ധി മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം എന്തായിരുന്നു, സന്ദേശം എന്തായിരുന്നു? എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞത്. എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതം നൽകിയ സന്ദേശം? വെടിയേറ്റ് വീഴുമ്പോൾ പോലും അദ്ദേഹം എവിടെയായിരുന്നു വെടിയേറ്റ് വീണത്? അവസാന ഘട്ടത്തിൽ പോലും അദ്ദേഹം കർമ്മനിരതനായിരുന്നത് മതസൗഹാർദ്ദത്തിന്റെ വേദിയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അത്തരമൊരു വേദിയിൽ വെച്ചാണ് സർവമത പ്രാർത്ഥന യോഗത്തിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹം വെടിയേറ്റ് വീഴുന്നത്. അവസാന ചുവട് പോലും ഇന്ത്യയുടെ സെക്കുലർ ഇന്ത്യയെ പിടിച്ചു നിർത്താനുള്ള, മനുഷ്യ മനസ്സുകളെ ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിനിടയിലാണല്ലോ അദ്ദേഹം വെടിയേറ്റ് വീഴുന്നത്, രക്തസാക്ഷിത്വം വരും. അപ്പൊ അത് ജനങ്ങളോട് ആവർത്തിച്ച് പറയുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ നടക്കുന്നത് ആസൂത്രിതമായ ഗൂഢാലോചനയാണ്. അതിന്റെ പിന്നിൽ ബിജെപിയും അതോടൊപ്പം കോൺഗ്രസും ചേരുന്ന സഖ്യമാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ ആസൂത്രിത ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരകരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പച്ച നുണ പറഞ്ഞതും ആ പച്ച നുണയുടെ വൃത്തികേടിൽ കിടന്നിപ്പോഴും ഉരുളുന്നതും. സത്യം പുറത്തു വന്നിട്ടുണ്ട്. താങ്കളുടെ ചോദ്യം അതായിരുന്നല്ലോ, ഇപ്പോഴും കിടന്നുരുളുന്നത്. നിങ്ങൾ നോക്കൂ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സ്വയം ഒരു നുണ ഫാക്ടറിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ നുണ ഫാക്ടറിയിലെ സർക്കാർ വിരുദ്ധ, പിണറായി വിരുദ്ധ നുണ, മുഖ്യമന്ത്രിക്ക് വിരുദ്ധ നുണ ഉണ്ടാക്കുന്നു. ഒരു നുണ ഉണ്ടാക്കിയെടുക്കുകയാണ്. പറയാനൊന്നുമില്ല. ആശയദാരിദ്ര്യം എന്ന് പറയുന്ന പോലെ വലിയ രാഷ്ട്രീയ ദാരിദ്ര്യമാണ്. ഇത് പറയാൻ ഒന്നുമില്ല. എന്തെങ്കിലും ആരോപണ ദാരിദ്ര്യമാണ്. അപ്പൊ എന്തെങ്കിലും പറയണമല്ലോ. തെളിമയാർന്ന രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമയായ 2016 മുതൽ തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന, മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ കാതലായ വസ്തുതയുടെ വെളിച്ചമുള്ള ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ നുണ ഫാക്ടറി പ്രവർത്തിക്കുകയാണ്, നുണയുണ്ടാക്കുക. ആ നുണ ഫാക്ടറിയായി ശ്രീ വി ഡി സതീശൻ മാറി. ആ ഉൽപ്പാദിപ്പിക്കുന്ന നുണ പറയാൻ കൂലിക്കാരെ വെക്കുന്നു. അത് ബിജെപിയാണ്. ബിജെപിക്കാരനെ കൂലിക്കാരനാക്കുക. ബിജെപിക്കാരനത് പറയുന്നു. വളരെ സ്ക്രിപ്റ്റഡ് അല്ലേ? ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ അച്ചടിച്ചു വരുന്നു, അത് പറയുന്നു. അടുത്ത നിമിഷങ്ങളിൽ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് അത് ആവർത്തിച്ച് പറയുന്നു. മിനിറ്റുകൾക്കകം ഇത് തെറ്റാണെന്ന് കേരളത്തിലെ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും തന്നെ അത് വെളിച്ചത്ത് കൊണ്ടുവരുന്നു. വലിയ ചർച്ച ഉയർന്നു വരുന്നു, പ്രതിരോധത്തിലാവും. എന്നിട്ടും ഒരു തരത്തിലും അത് പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. ഇനി
ഈ ദുബായ് ബേസ്ഡായ ഈ കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ നേരിട്ട് മാധ്യമങ്ങളെ സമീപിച്ചിട്ട് പറയുകയാണ് അങ്ങനെയില്ല, അവർ തന്നെ വ്യക്തമാക്കുന്നു, എന്നിട്ട് മാറുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഇത് ആസൂത്രിതമാണ്. വളരെ ആസൂത്രിതമായി മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും അപവാദ പ്രചരണങ്ങൾക്കായി ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട്. അത് ഇടതുപക്ഷത്തിനെതിരായ നീക്കാണ്, ഈ ഗവൺമെന്റിനെതിരായ നീക്കാണ്. അത് RSSന്റെ അജണ്ടയാണ്, BJPയുടെ അജണ്ടയാണ്. ആ BJP അജണ്ട കോൺഗ്രസുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു കമ്പൈൻഡ് പ്രൊജക്റ്റാണ്. അത് വ്യക്തമാക്കുന്നതാണ്. ഈ ആരോപണം വളരെ നേരത്തെയുള്ളതാണ്. ഇവർ ഒരുമിച്ച് ചേർന്ന് ഒക്കെ ചങ്ങായിമാരാണ് എന്നുള്ള വളരെ കൃത്യമായ ആരോപണത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. വളരെ ഗൗരവമുള്ളതും ഞെട്ടിപ്പിക്കുന്നതുമായ വാർത്തയാണ് അവയവദാനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ അതിനെതിരെ ശക്തമായ ജാഗ്രത പൊതുസമൂഹത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. നിയമ നടപടികൾ ആവശ്യമാണ്, ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മുഴുവൻ റാക്കറ്റിനെയും കണ്ടെത്തേണ്ട ബാധ്യതയും ഉണ്ട്. അത് അന്വേഷണമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ അവബോധം സൃഷ്ടിക്കേണ്ട ആവശ്യവും ഇത് സംബന്ധിച്ചുണ്ട്. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഈ പ്രശ്നം ഒരു പൊതുവായ പ്രശ്നമല്ല. അന്വേഷിക്കട്ടെ. അന്വേഷണത്തിൽ ശരിയായ കാര്യങ്ങൾ കണ്ടെത്തണമല്ലോ. ഇതിന്റെ റാക്കറ്റിന്റെ കണ്ണുകളെ മുഴുവൻ കണ്ടെത്തണം. ഇതിന് സമാനമായ വേറെ റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കണം. ഒരു കാരണവശാലും ഈ വ്യാപാരം രാജ്യത്തോ കേരളത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനത്ത് ഭൂഷണമായ ഒരു കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം റാക്കറ്റുകൾക്കെതിരായിട്ടുള്ള ശക്തമായ നിയമ നടപടികളാണ് ആവശ്യം. ആ നിയമ നടപടികളുമായി ഗവൺമെന്റും പോലീസും മുൻപോട്ട് പോകുന്നത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അത് DK ശിവകുമാർ രാവിലെ പറഞ്ഞത് ഇപ്പോൾ TV കാണുമായിരുന്നു. അപ്പോൾ ശിവകുമാർ അത് BJPയോ അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയ എതിരാളികളെയോ ആരോപിക്കുന്നില്ല. ഇത് കോൺഗ്രസ് തന്നെ പരസ്പരം ശത്രുക്കളുടെ കൂടാരമായി മാറി. ഇപ്പോ DK ശിവകുമാർ ഇത് പറഞ്ഞു കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കെതിരായ ശത്രുസംഹാര പൂജ കേരളത്തിൽ തന്നെയാണോ നടക്കുന്നത്? അതെ, കേരളത്തിന് പുറത്ത് കർണാടകയിലാണ്. അതിന് വരും ദിവസങ്ങളിൽ അറിയുന്നുണ്ട്. ശിവകുമാർ അത് വ്യക്തമാക്കണം. ഇപ്പൊ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുമാണ് ഈ മത്സരിച്ച കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി സിറ്റിംഗ് MP അദ്ദേഹത്തിനെതിരെ ആരോ കൂടോത്രം ചെയ്തു എന്ന നിലയിലുള്ള ഒരു വർത്തമാനമുണ്ട്. അപ്പോൾ ശത്രുസംഹാര പൂജ, പിന്നെ കൂടോത്ര പരിപാടികൾ, ഇതെല്ലാം തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും DK ശിവകുമാറിന്റെ ഈ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ K സുധാകരനെല്ലാം ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. പരസ്പരം മുൻകരുതലുകൾ എടുത്തോട്ടെ കോൺഗ്രസുകാർ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ സുധാകരൻ സതീശനെയും സതീശൻ സുധാകരനോടുമൊക്കെയുള്ള പെരുമാറ്റം നമ്മൾ കണ്ടതാണ്. അപ്പൊ ശത്രുത എത്രത്തോളമാണ് കോൺഗ്രസിനകത്ത് എന്ന് കാണുന്നത്. എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യം, രാജ്യം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് രാജ്യത്തിന്റെ ഭാവി എന്ത് എന്നതിനെ സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്ന സന്ദർഭത്തിലാണ് കോൺഗ്രസിനെ പോലൊരു പാർട്ടി പരസ്പരം ശത്രുസംഹാര പൂജകളും കൂടോത്രവുമായി നടക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വായിക്കേണ്ട പാഠം എന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഇങ്ങനെ അധപതിച്ചു പോയല്ലോ, അതോർത്ത് പരിതപിക്കുകയേ വഴിയുള്ളൂ. പ്രതീക്ഷ ഇന്ത്യ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ്. രാജ്യത്ത് വലിയ പതനത്തിലേക്കും പരാജയത്തിലേക്കും NDA പോകും, BJP പോകും. അത് ഇതിനകം തന്നെ വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. ഓരോ ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും വലിയ തോതിൽ ഈ ഗവൺമെന്റ് പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.
ആ പ്രതിരോധത്തിലായപ്പോഴാണ് പിടിവിട്ട ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കാൻ തയ്യാറായത്. വലിയ തോതിലുള്ള വർഗീയ, മുസ്ലിം വിരുദ്ധത, വർഗീയത, വോട്ട് ജിഹാദ്, എന്തെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രചരണം. ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ തന്റെ ഗവൺമെന്റ് 2014 മുതൽ എടുത്ത എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോ ഉദാഹരണത്തിന് അഗ്നിപത്ത്. നമ്മുടെ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ സൈനിക മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. വലിയ ആശങ്കയാണ്. അഗ്നിപഥ് പുനരാലോചനയ്ക്ക് വിധേയമാക്കുന്നു എന്ന പത്രവാർത്ത കഴിഞ്ഞ ദിവസം സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടൊരു പത്രം ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് ഞാൻ വായിച്ചു. ഈ വിഷയത്തിൽ, അഗ്നിപഥിന്റെ വിഷയത്തിൽ, തൊഴിലില്ലായ്മയുടെ വിഷയത്തിൽ, വിലക്കയറ്റത്തിന്റെ വിഷയത്തിൽ കർഷക രോഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം. കർഷകരുടെയും യുവജനങ്ങളുടെയും വലിയ രോഷമാണ് ഈ തെരഞ്ഞെടുപ്പിലുടനീളം പ്രതിഫലിച്ചത്. ആ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ബാലൻസ് ഷീറ്റ് എന്ത്, അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്തായിരുന്നു, എന്തു ചെയ്യും എന്നൊന്നും പറയാൻ നിൽക്കാതെ തികഞ്ഞ വർഗീയ പരാമർശങ്ങൾ, ഏകാധിപത്യ പ്രവണതകൾ, അതിരുവിട്ട ഏകാധിപത്യ പ്രവണതകൾ. തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്ക് നിൽക്കുമ്പോഴാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പഠിച്ച് ജയിലിടുന്നത്. ഇതിനെല്ലാമെതിരെ ജനം പ്രതികരിക്കും. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ കരുത്തു കാണിക്കും. ആ കരുത്തിൽ നിലവിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് നിലംപതിക്കും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ ശശി തരൂരിന്റെ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ സ്വർണം പിടികൂടുന്ന സാഹചര്യം. എങ്ങനെയാണ് അതിനെ ഈ കേരളത്തിൽ സ്വർണ്ണക്കടത്ത് നമുക്ക് ആരോപിച്ച് വലിയ കോലാഹലമായിട്ട് നടന്നത്? അപ്പോഴാണ് AICC ദേശീയ നേതാവിന്റെ തന്നെ സ്റ്റാഫിന്റെ കയ്യിൽ. അത് രണ്ട് കാര്യങ്ങളാണ് ഞാനതിൽ കാണുന്നത്. ഒന്ന്, ഈ ഒരു സിനിമ റാംജി റാവു സ്പീക്കിംഗ് ആണെന്ന് തോന്നുന്നു. ആ സിനിമയില് ഇന്ദ്രൻസ് ഒരു പത്രം വായിക്കുന്നുണ്ട്. പറയും, ഈ ആശാന്റെ കാലുകളിൽ ഓടിച്ച വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. ഈ വാർത്തയോട് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ വിശാല മനസ്കതയോടെ ക്ഷമിച്ചതാണ് അതിൽ ഒന്നാമത്തെ പൊളിറ്റിക്കൽ പോയിന്റ്. ഇത് തിരിച്ച് അല്ല ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയുടെ കുഞ്ഞമ്മയുടെ മരുമകനോ മറ്റോ ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഇന്നലെ? വിശാല മനസ്കരായ ആശാന്മാർക്ക് നല്ല നമസ്കാരം. അതൊന്ന്. രണ്ട്, ബിരിയാണി ചെമ്പ്, പിന്നെ വേറെന്തൊക്കെയായിരുന്നു ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഖുറാൻ, പിന്നെ ഈത്തപ്പഴത്തിന്റെ കുരുവിന് പകരം, ഇതൊക്കെ ആയിരുന്നല്ലോ ഇവിടുത്തെ നരേഷൻ. ആ നരേഷൻ ഇപ്പൊ എന്തായി? എവിടെ എത്തി നിൽക്കുകയാണ്? അന്വേഷിക്കട്ടെ അതിലുണ്ടായ സംഭവങ്ങൾ. ഇപ്പൊ അതെല്ലാം ശശി തരൂരിന്റെ അറിവോടെയാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങളാരും പോയി തരണ്ടാകില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് നടത്തിയിട്ടുള്ള ഒരു തെറ്റാണ് എങ്കിൽ അത് പരിശോധിക്കട്ടെ. പരിശോധിച്ച അന്വേഷണ സംഘം അതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, റാക്കറ്റുകളെ കണ്ടെത്തട്ടെ. അങ്ങനെ പറയാനുള്ള സമചിത്തത ഞങ്ങൾക്കുണ്ട്. അതേന്നെ, ഇവര് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഒന്ന്, നടപടി എടുക്കണം. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫിലേക്ക് വന്നതെന്ന് അദ്ദേഹം കുറെ കൂടി വിശദമായി ജനങ്ങളോട് പറയാൻ തയ്യാറാകണം. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ? ഇതെല്ലാം പരിശോധിക്കാൻ കോൺഗ്രസിനും അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബാധ്യതയെ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷേ ഇതേ ആളുകൾ തന്നെ ഇവിടെ കേരളത്തിൽ ഞങ്ങൾക്കെതിരായിട്ടാണല്ലോ ഇതെല്ലാം ആരോപിച്ചത്. അപ്പൊ അതിലൊന്ന് കുറ്റസമ്മതം കൂടി നടന്നു നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു കുമ്പസാരം അവസാനിപ്പിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ വന്നതിലും പങ്കെടുത്തതിലും നന്ദി.